എൻ്റെ വിജയം RSSനും സംഘപരിവാറിനും വരുത്തുന്ന അവർക്കെതിരെയുള്ള എൻ്റെ രാഷ്ട്രീയ നിലപാടിന് ജനങ്ങൾ കൊടുത്ത മറുപടിയാണ്. ഞങ്ങൾ വെല്ലുവിളിക്കുന്നു, പിണറായി വിജയൻ കണ്ണൂർ മത്സരിക്കട്ടെ, കോപ്പിച്ച് ഞങ്ങൾ വീട്ടിൽ തർക്കമില്ല. RSS ആണ് കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് എന്ന് പറഞ്ഞത് അനിരാജ്യമാണ്. കണ്ണൂർ കോർപ്പറേഷനകത്ത് ഞാൻ ഏറ്റവും ഭയപ്പെടുന്നത് BJPയുടെ വളർച്ചയാണ്. BJP എങ്ങനെ ജയിച്ചു എന്ന് വളരെ ആത്മപരിശോധന പാർട്ടി നടത്തേണ്ട ഒരു ഘട്ടമാണ്. കാരണം BJPയുടെ വളർച്ച ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. വലിയ രീതിയിലുള്ള അടിയൊഴുക്കുകൾ പ്രതീക്ഷിച്ച് UDF തോൽക്കും എന്നുവരെ വിധിയെഴുതപ്പെട്ട ഒരു ഡിവിഷനായിരുന്നു ആദികടലായി. LDFന്റെ സിറ്റിംഗ് ഡിവിഷൻ എന്ന പദവി കൂടി ഉണ്ടായിരുന്നു ആദികടലായി. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലെ ആ പോരാട്ടം അവസാനിച്ച് വിധി വന്നപ്പോൾ ഏവരും ഞെട്ടിത്തരിക്കുന്ന സാഹചര്യമുണ്ടായി. അവിടെ റിജിൽ മാക്കുറ്റി എന്ന കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റാർ കാൻഡിഡേറ്റ് എന്ന് തന്നെ മത്സരിച്ച റിജിൽ മാക്കുറ്റി അത്ഭുതപ്പെടുത്തുന്ന വിജയം നേടി. കണ്ണൂർ വിഷൻ BMH ക്വസ്റ്റ്യൻ അവർ ഈ ആഴ്ച പരിശോധിക്കുന്നത് കേരള രാഷ്ട്രീയത്തിന്റെ ഭാവി എങ്ങോട്ട് എന്നുള്ളതാണ്. ചാനൽ ചർച്ചകളിലൊക്കെ തിളങ്ങി നിൽക്കുന്ന KPCC അംഗമായ കണ്ണൂർ കോർപ്പറേഷന്റെ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായ റിജിൽ മാക്കുറ്റിയാണ് ഈ ആഴ്ച നമ്മളോടൊപ്പം അതിഥിയായി ചേരുന്നത്. BMH കണ്ണൂർ വിഷൻ ക്വസ്റ്റ്യൻ അവർ ആരംഭിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം റിജിൽ മാക്കുറ്റി. ഞാൻ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ഒരു ചൂണ്ടുപലകയായി നിങ്ങൾ ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിനെ കാണുകയാണ്. ഉറപ്പായും ഇതേ രീതിയിലുള്ള ഒരു വോട്ടിംഗ് പാറ്റേൺ തന്നെ നിയമസഭയിൽ ഉണ്ടാകും എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ ഉറപ്പിച്ച് പറയാൻ കഴിയുമോ? തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിൻ്റെ വിജയം, UDFന് നൽകിയ വിജയം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലുള്ള ചൂണ്ടുപലക തന്നെയാണ്. രാഷ്ട്രീയ കേരളം അറിയാവുന്ന ആളുകൾക്ക് വളരെ കൃത്യമായ ബോധ്യമുണ്ട്. ഇടതുപക്ഷത്തിനെതിരെയുള്ള വലിയ രൂപത്തിലുള്ള ജനവികാരം ഈ കേരളത്തിലെമ്പാടുണ്ട് എന്നുള്ളതാണ്. അത് കണ്ണൂർ ജില്ലയിൽ പോലും ഉണ്ടായി എന്നുള്ളതാണ്. കണ്ണൂർ ജില്ലയിൽ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലാണ് സ്വാഭാവികമായും അത്തരത്തിലുള്ളൊരു മുന്നേറ്റം എല്ലാ ഘട്ടത്തിലും ഉണ്ടാകാറ്. ശ്രീ K. സുധാകരൻ അദ്ദേഹം ജയിക്കുന്ന വോട്ടിൻ്റെ നിലയിൽ തന്നെയാണ് അരിവാൾ ചുറ്റിക നക്ഷത്ര അടയാളത്തിൽ വോട്ട് ചെയ്ത ആളുകൾ K. സുധാകരന് വോട്ട് ചെയ്യുന്നത് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ടാണ്. ആ രാഷ്ട്രീയ സാഹചര്യത്തെക്കുറിച്ച് അവരങ്ങനെ വിലയിരുത്തുന്നത് പോലും അങ്ങനെയാണ്. പക്ഷേ ഈ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ, പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ CPMൻ്റെ കോട്ടകളിലാണ് ഉജ്ജ്വലമായ വിജയം UDFൻ്റെ, കോൺഗ്രസിൻ്റെ, ലീഗിൻ്റെ പ്രവർത്തകന്മാർ വിജയിച്ചു വന്നുള്ളത്. അത് കാണിക്കുന്നത് ഈ 10 വർഷക്കാലത്തെ ജനങ്ങൾക്കെതിരെ നടത്തിയിട്ടുള്ള ഇടതുപക്ഷ ദുർഭരണത്തിനെതിരെ സഖാക്കൾ ഉൾപ്പെടെ പ്രതികരിച്ചു എന്നുള്ളത് തെളിവാണ്. മയിൽ ജില്ലാ പഞ്ചായത്ത്, ആ ജില്ലാ പഞ്ചായത്ത് UDFൻ്റെ മെമ്പറാണ്, കോൺഗ്രസിൻ്റെ മെമ്പറാണ്. എങ്ങനെ ജയിച്ചു, ആര് വോട്ട് ചെയ്തു? അപ്പോൾ അത് തന്നെ കാണിക്കുന്ന എന്താണ്? വലിയൊരു മാറ്റമാണ്. 50 വർഷക്കാലം ഭരിച്ച മുണ്ടേരി ഗ്രാമപഞ്ചായത്ത് CPM ജില്ലാ സെക്രട്ടറിയുടെ സ്വന്തം തട്ടകായ ഒരു ഭാഗം പാർട്ടി കോട്ട എന്ന് പറയുന്ന നമ്മുടെ തലമുണ്ട പ്രദേശത്തുൾപ്പെടെ ആണ് അവിടെ UDF സ്ഥാനാർത്ഥി ജയിച്ചത്. ഇപ്പോൾ ഞാൻ ഒന്ന് രണ്ട് ഉദാഹരണം പറഞ്ഞതാണ്. തീർച്ചയായും ആ ഒരു വലിയ മാറ്റം കേരളത്തിലെമ്പാടും ഉണ്ടായിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും UDFന് അനുകൂലമാണ്. ജനങ്ങളൊരു മാറ്റം ആഗ്രഹിക്കുകയാണ്. ആ മാറ്റത്തിനൊപ്പം തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പിനകത്ത് UDFന് അനുകൂലമായി ജനങ്ങൾ ചിന്തിക്കും. ഈ ഏത് രീതിയിലാണ് ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ പ്രാദേശികമായ വിഷയങ്ങൾ, അതിനപ്പുറത്തേക്ക് സംസ്ഥാന രാഷ്ട്രീയ വിഷയങ്ങൾ ചർച്ചയായിട്ടുണ്ട് എന്ന് തന്നെയാണ് UDF കരുതുന്നത്? തീർച്ചയായും സംസ്ഥാന രാഷ്ട്രീയ വിഷയം ആയിട്ടുണ്ടല്ലോ. ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങൾ, പ്രത്യേകിച്ച് പ്രാദേശിക തലത്തിൽ കണ്ണൂരൊക്കെ ഉൾപ്പെടെ CPMൻ്റെ ശക്തി കേന്ദ്രങ്ങളാണ് പഞ്ചായത്തുകൾ, അവരാണ് ഭരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇടതുപക്ഷത്തിൻ്റെ സർക്കാരാണ് ഭരിക്കുന്നത്. ഈ സർക്കാരിനെ അവർ വിലയിരുത്തിയിട്ടുണ്ട്. സർക്കാരിൻ്റെ ജനവിരുദ്ധ നയങ്ങൾ ഈ നാട്ടിലെ വിലക്കയറ്റം മറ്റൊരു പ്രശ്നമാണ്. തൊഴിലില്ലായ്മ രൂക്ഷമാണ്. അതോടൊപ്പം തന്നെ സർവ്വ മേഖലകളിലും നികുതി ഭാരം അടിച്ചേൽപ്പിച്ച് മുന്നോട്ട് പോകുന്നു. ആരോഗ്യരംഗം തകർന്നിരിക്കുന്നു. അങ്ങനെ ജനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ വിഷയത്തിനകത്തും ഈ സർക്കാരിനെതിരെയുള്ള വലിയ വികാരം ഉണ്ടായിട്ടുണ്ട്. പെൻഷൻ കുടിശ്ശിക ആയി ബന്ധപ്പെട്ട വിഷയം, നിർമ്മാണ തൊഴിലാളി, കർഷക തൊഴിലാളികൾ, അതോടൊപ്പം തന്നെ തൊഴിലാളികളായി അവർ അംശാദായം കൊടുക്കുന്ന അവരുടെ പെൻഷൻ 10-13 മാസം പിടിച്ചു വെച്ചിരിക്കുന്നു. അവസാനം തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ കടകാലിയാക്കുമ്പോൾ ഓഫർ വെച്ചതുപോലെ പെൻഷൻ വർദ്ധിപ്പിച്ചാൽ ജനങ്ങളിതൊന്നും അങ്ങനെ മറന്നു പോകുന്നില്ലല്ലോ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ചക്ക വീണ് മുതൽ ചത്തുവെന്ന് കരുതി എല്ലാ കാലവും അങ്ങനെ ആവില്ലല്ലോ. അതാണ് CPM ഇടതുപക്ഷം കരുതിയത്. അങ്ങനെയല്ലോ എന്ന് ബോധ്യപ്പെടുത്തി പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ്, ഉപതെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ വിജയം, ഈ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പ് ഞങ്ങളുടെ വിജയം, ഇത് ഞങ്ങൾക്ക് അനുകൂലമാണ്. ജനങ്ങൾ ഞങ്ങളെ ആഗ്രഹിക്കുന്നു, UDF വരണമെന്ന് ആഗ്രഹിക്കുകയാണ്. ആ മാറ്റമാണ്
ആ മാറ്റം പിണറായി വിജയനും ഇടതുപക്ഷത്തിനും മാത്രമേ ആ മാറ്റം കാണാതിരിക്കാൻ പറ്റുന്നുള്ളൂ. ബാക്കി അരിയാഹാരം കഴിക്കുന്ന ജനങ്ങൾക്ക് ഉൾപ്പെടെ ഈ സർക്കാർ മാറുമെന്നെ സംബന്ധിച്ച് ഒരു തർക്കമില്ലാത്ത കാര്യമാണ്. നമുക്ക് ഈ ആദിഘടനായിൽ നിന്ന് തന്നെ തുടങ്ങാം. ആദിഘടനായിൽ ഒരു വലിയ ഒരു പോരാട്ടമാണ് നയിക്കേണ്ടി വന്നിട്ടുള്ളത്. ഒരു ടെൻഷൻ ആദ്യഘട്ടത്തിലൊക്കെ റിജിൽ മാക്കുറ്റിയുടെ മുഖത്തടക്കം നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുമായിരുന്നു. ശരിക്കും ഒരു ഭീതി ഉണ്ടായിരുന്നു ആ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച് അതിനുശേഷം ഈ റിബൽ ആ ഭീഷണിയൊക്കെ ഉണ്ടായ സമയത്ത് ഒരു ഭയം ഉണ്ടായിരുന്നു ശരിക്കും. ആദികടലായിൽ ഞാൻ സ്ഥാനാർത്ഥിയാകുന്നത് തന്നെ സ്വാഭാവിക കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് മത്സരിക്കണമെന്ന് ആഗ്രഹിച്ച ഒരാളല്ല ഞാൻ. പക്ഷേ ഒരു തെരഞ്ഞെടുപ്പിൽ എനിക്ക് മത്സരിച്ച് ജയിക്കണം എന്നുള്ളത് എൻ്റെ രാഷ്ട്രീയ നിലപാട് ഉയർത്തിപ്പിടിച്ച് വിജയം ജനങ്ങൾ എന്നെ സ്വീകരിക്കുന്നുണ്ടോ എന്ന് എനിക്ക് ബോധ്യപ്പെടേണ്ടത് എൻ്റെ കൂടി ഉത്തരവാദിത്തമാണ്. അതുകൊണ്ടാണ് ഞാൻ ആദികടലായി എന്ന് പറയുന്ന സീറ്റ് തിരഞ്ഞെടുത്തത്. അതിന് ഒരുപാട് പ്രത്യേകതയുണ്ട്. ആ ആദികടലായി 20 വർഷമായി LDF കൗൺസിലർമാരായും പഞ്ചായത്ത് മെമ്പർമാരായും ജയിക്കുന്ന ഡിവിഷനാണ്. മത്സരിക്കുന്നത് അവിടെ കൗൺസിലറായി ജയിച്ച ഒരാളാണ്. ഞാൻ ആദികടലായിക്കാരനല്ല എന്നുള്ളതും അറിയുന്നൊരു കാര്യമാണ്. പക്ഷേ ആദികടലായി മത്സരിക്കുമ്പോൾ അവിടുത്തെ സാഹചര്യം പ്രത്യേകിച്ച് ഞാൻ ഒരു നിലപാടെടുത്തിരുന്നു. അത് ഈ രാജ്യത്തെ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ പേരിൽ ബീഫ് കഴിക്കുന്നതിൻ്റെ പേരിൽ ആളുകളെ മൃഗീയമായി തല്ലിക്കൊല്ലുന്ന സംഘപരിവാർ ഭീകരതയ്ക്ക് എതിരായിട്ടുള്ള ഒരു പോരാട്ടം ഞാൻ നയിച്ചിരുന്നു. ആ നയിച്ചതിൻ്റെ ഭാഗമായി എനിക്കെതിരായി വലിയ രൂപത്തിൽ പ്രത്യേകിച്ച് സംഘടനാപരമായ നടപടി പോലും ഒരു വർഷക്കാലം നേരിടേണ്ടി വന്ന ഒരാളാണ് ഞാൻ. തീർച്ചയായും ആ നടപടി നേരിട്ട് പാർട്ടിക്കകത്ത് ഉറച്ചു നിന്നു. ആ ഉറച്ചു നിന്ന് എനിക്ക് സ്വാഭാവികമായിട്ടും പിന്നെ പാർട്ടി എന്നെ എല്ലാ തലത്തിലും പരിഗണിച്ചിട്ടുണ്ട്, സംഘടനാ തലത്തിൽ തന്നെ പരിഗണിച്ചിട്ടുണ്ട്. പക്ഷേ സ്വാഭാവികമായും സംഘപരിവാറിൻ്റെ ഏറ്റവും വലിയ ശത്രുവാണ് ഞാനൊരു വിശ്വാസിയാണ്. ഞാൻ അമ്പലങ്ങളിൽ പോകുന്ന ആളാണ്. പക്ഷേ ഞാൻ അമ്പലത്തിൽ പോയാൽ, ഞാൻ ഗുരുവായൂർ അമ്പലത്തിൽ പോയാൽ എനിക്കെതിരെ എൻ്റെ പ്രൊഫൈൽ ഞാൻ ഒരു ഫോട്ടോ ഇട്ടാൽ അതിനകത്ത് വരുന്ന കമൻറ്റുകൾ മുഴുവൻ ഞാൻ പശുവെട്ടിയാണ്, പിന്നെ പശുഘാതകനാണ്, സുഡാപ്പിയാണ്, അങ്ങനെ ഹിന്ദു വിരുദ്ധനാണ് എന്നൊക്കെ പറഞ്ഞ് സംഘപരിവാർ പ്രൊഫൈലുകൾ ഒരു വലിയ രൂപത്തിലുള്ള വേട്ടയാടൽ എനിക്കെതിരെ നടത്തിയിരുന്നു. അപ്പോൾ തീർച്ചയായും ഈ ആദികടലായി എന്ന് പറയുമ്പോൾ ആദികടലായി ശ്രീകൃഷ്ണ ക്ഷേത്രം ഉൾപ്പെടുന്ന ഒരു ഡിവിഷനാണ്. കടലായി ക്ഷേത്രത്തിനേക്കാളും പാരമ്പര്യമായി ഉള്ള ഒരു ക്ഷേത്രം ഉൾപ്പെടുന്ന സ്ഥലമാണ്. ആ സ്ഥലത്ത് മത്സരിക്കുമ്പോൾ സ്വാഭാവികമായും സംഘപരിവാറിനെതിരെ എൻ്റെ ഒരു രാഷ്ട്രീയ പോരാട്ടം ഇവിടെ നിന്ന് തുടങ്ങണമെന്ന് കരുതിക്കൊണ്ട് തന്നെയാണ് ഞാൻ അവിടെ പാർട്ടി എന്നെ ചൂസ് ചെയ്തപ്പോൾ സ്വാഭാവികമായും തിരഞ്ഞെടുത്തത്. പക്ഷേ തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ഞാനവിടെ സ്വാഭാവികമായും ഒരു ഫൈറ്റ് നടത്താം എന്നുള്ളതാണ് ഞാൻ കരുതിയത്. പക്ഷേ അവിടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് മുസ്ലിം ലീഗിൻ്റെ അവിടുത്തെ പ്രാദേശികമായി നല്ല ബന്ധമുള്ള അവിടുത്തെ മുസ്ലിം ലീഗിൻ്റെ മണ്ഡലം ചെയർമാനായ ദീർഘകാലം അവിടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഒരാൾ അവിടെ വിമത സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്നു എന്നുള്ളത് എൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം മാധ്യമങ്ങളിലൂടെ വന്നതിന് ശേഷമാണ് ഞാനിത് അറിയുന്നത്. സ്വാഭാവികമായിട്ടും എനിക്ക് മുസ്ലിം ലീഗുമായി അത്രയേറെ ബന്ധമുള്ള ഒരാളാണ്. ഞാൻ ഈ പറഞ്ഞൊരു വിഷയം ഉണ്ടായിരുന്നില്ല. സംഘടനാപരമായി എനിക്ക് നടപടി നേരിട്ട സമയത്ത് എൻ്റെ രാഷ്ട്രീയ ജീവിതം ഇരുടടഞ്ഞ പോയൊരു ഘട്ടത്തിൽ എനിക്ക് കൈപിടിച്ച് തന്നത് മുസ്ലിം ലീഗാണ്. മുസ്ലിം ലീഗിൻ്റെ MSFൻ്റെ യൂത്ത് ലീഗിൻ്റെ അവരുടെ പ്രവർത്തകന്മാർ എന്നെ സ്വീകരിക്കുകയും എനിക്ക് വേദികൾ തരികയും എൻ്റെ രാഷ്ട്രീയം പറയാനുള്ള ഒരു അവസരം ഒരു വർഷക്കാലം എനിക്ക് ഒരുക്കി തന്ന ഒരു പ്രസ്ഥാനമാണ് ഇന്ത്യ യൂണിയൻ മുസ്ലിം ലീഗ്. അപ്പോൾ സ്വാഭാവികം ആ ഒരു പ്രസ്ഥാനത്തിൻ്റെ ഒരു ആൾ അവിടെ സ്ഥാനാർത്ഥിയെ വരുമ്പോൾ വല്ലാത്തൊരു പ്രയാസം എനിക്കുണ്ടായിരുന്നു. കാരണം ഇത് ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല ഇങ്ങനെ വരുമെന്ന്. പക്ഷേ ചർച്ചകളിലൂടെ പരിഹരിക്കപ്പെടും എന്നൊക്കെ കരുതിയിരുന്നു. പക്ഷേ വളരെ ബാലിശമായി മുസ്ലിം ലീഗിൻ്റെ ജില്ലയിലെ നേതൃത്വം, സംസ്ഥാന നേതൃത്വം, ശ്രീ കുഞ്ഞാലിക്കുട്ടി സാഹിബ് തന്നെ 10-20 മിനിറ്റ് നേരം ഈ പറയുന്ന വിവിധ സ്ഥാനാർത്ഥിയെ സംസാരിച്ചിട്ട് പോലും ഒരു ഇഞ്ച് അയാൾ പിറകോട്ട് പോയില്ല എന്ന് മാത്രമല്ല അവിടെ ഒരു ഡീല് ഉണ്ടായിരുന്നു. ആ ഡീല് ഇപ്പോൾ ഞാൻ സ്ഥാനാർത്ഥിയായി വന്നു എന്നറിഞ്ഞപ്പോൾ തന്നെ BJPക്ക് അവിടെ പ്രത്യേകിച്ച് അവർക്ക് എന്നെ തോൽപ്പിക്കുക എന്നുള്ളത് ഏറ്റവും വലിയ രാഷ്ട്രീയ ലക്ഷ്യം. അവർക്ക് ജയിക്കാൻ പറ്റില്ല, പക്ഷേ എന്നെ തോൽപ്പിക്കുക. അപ്പോൾ അതിനെല്ലാ പണിയെടുക്കുന്നതിന് വേണ്ടി അബ്ദുള്ളക്കുട്ടിയും അതുപോലെ രഘുനാഥ് ഉൾപ്പെടെയുള്ള ആളുകൾ അതിനുവേണ്ടി കാര്യം ചെയ്തു. അവസാനം അവർ ഏകദേശം എനിക്ക് തോന്നുന്നു ചർച്ചയൊക്കെ നടത്തി സ്ഥാനാർത്ഥി പിന്മാറാമെന്ന് കരുതി നിൽക്കുമ്പോൾ പോലും അവർ ബന്ധപ്പെട്ട ഒരാളെ സ്വാധീനിച്ച്, സാമ്പത്തികമായി സ്വാധീനിച്ചോ എങ്ങനെയോ അവർ അതിനകത്ത് ഉറച്ചു നിൽക്കേണ്ട സാഹചര്യം ഉണ്ടായി. അപ്പോൾ സ്വാഭാവികമായും അവിടെ മത്സരം കടുത്തു. അവിടെ LDF, പിന്നെ UDF, പിന്നെ ഈ പറയുന്ന ലീഗ് വിമത സ്ഥാനാർത്ഥി, BJP, SDPക്കും വളരെ ശക്തമായ വേരോട്ടമുള്ള ഒരു പ്രദേശമാണ്. അപ്പോൾ ഇവരെല്ലാവരും കൂടിയുള്ള ഒരു മത്സരമാണ് അവിടെ നടക്കുന്നത്. തീർച്ചയായും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ആശങ്കയുണ്ടായിരുന്നു. കാരണം ജയിക്കുമോ എന്നുള്ളൊരു ആശങ്ക ആദ്യഘട്ടത്തിലൊക്കെ എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഞാൻ എൻ്റെ പാർട്ടി നേതൃത്വത്തോടും പറഞ്ഞത് ഇങ്ങനെയൊരു ലീഗ് വിമത സ്ഥാനാർത്ഥി ഉണ്ട് എന്ന് അറിഞ്ഞെങ്കിൽ എന്നെ അവിടെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നുള്ളത് ഞാൻ പറഞ്ഞത്. പിന്നെ പ്രഖ്യാപിച്ചല്ലോ, രാഷ്ട്രീയമാണല്ലോ, സ്വാഭാവികമായും ആ പോരാട്ടം പാർട്ടി പറഞ്ഞ പോരാട്ടമാണ്. ആ പോരാട്ടം ഏറ്റെടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ
എൻ്റെ ഒരു നിലപാടിൻ്റെ രാഷ്ട്രീയം ഇതിനകത്ത് തീരുമാനിക്കാമല്ലോ. എന്താണ് റിജിൽ മാക്കുറ്റി അംഗീകരിക്കുന്നുണ്ടോ? പ്രത്യേകം അവിടുത്തെ പിന്നെ നമ്മുടെ സോഷ്യൽ എഞ്ചിനീയറിംഗ് നോക്കുമ്പോൾ രണ്ട് മതവിഭാഗങ്ങൾ ഈക്വലായി നിൽക്കുന്ന ഒരു പ്രദേശമാണ്. ഇപ്പോൾ പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അറിയാമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് ഞാൻ മത്സരിക്കുമ്പോൾ എൻ്റെ രാഷ്ട്രീയ പോരാട്ടം എന്ന നിലയിൽ ആ പോരാട്ടം ഞാൻ ഏറ്റെടുത്തു. തീർച്ചയായും വലിയ രൂപത്തിലുള്ള പിന്നെ പ്രചരണം അവിടെ നടത്തി. ഒരിക്കലും ഈ ഒരു ഭൂരിപക്ഷം 720 ഭൂരിപക്ഷം ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. ആ രൂപത്തിലേക്ക് പ്രത്യേകിച്ച് ഒരുപാട് ഘടകങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അവിടെ പിന്നെ ഇവിടെ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി അതോടൊപ്പം തന്നെ BJP ഒന്നിച്ചായിരുന്നു. അപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ സിറ്റിംഗ് കൗൺസിലർ RSSകാർ പ്രചരിപ്പിക്കുന്ന വീഡിയോ, ആ ഒരു അന്നത്തെ സമരവുമായി ബന്ധപ്പെട്ട ആ വീഡിയോ ആണ് അവർ സ്റ്റാറ്റസ് ആയിട്ടത്. അപ്പോൾ പശുവിനെ അറക്കുന്നതെന്ന് പറഞ്ഞിട്ട്, അപ്പോൾ അത് പശുവിനെ അറക്കുന്നത് അത് ഒരു മൂരിക്കുട്ടനാണ് അത് അറുത്തത്. ഇപ്പം ഞാൻ കശാപ്പുകാരനാണ് പറയുന്നത്. അത് സ്വാഭാവികമായിട്ടും അത് വളരെ കൃത്യമായി പിന്നെ പരസ്യമായി അറുത്തു. കാരണം പരസ്യമായി ആൾ തല്ലിക്കൊല്ലുമ്പോൾ പരസ്യമായി അറുത്തത് അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾ, കശാപ്പ് ചെയ്യുന്ന ആൾ തന്നെ അതിൻ്റെ ആചാരപ്രകാരം തന്നെയാണ് ഒരു മൃഗത്തെ എങ്ങനെ അറക്കേണ്ടത് അത് കൃത്യമായി എല്ലാം ചെയ്തിട്ടാണ് നടത്തുന്നത്. പരസ്യമായി ചെയ്തു. കാരണം പരസ്യമായി ആളെ കൊല്ലുന്നതിന് അപ്പുറമല്ലല്ലോ ഒരു പിന്നെ മൂരിക്കുട്ടൻ്റെ ഇറച്ചി കഴിക്കുക അല്ലെങ്കിൽ പോത്തിനെ കഴിച്ചതിൻ്റെ പേരിൽ ആൾ കൊല്ലും, മനുഷ്യജീവനിലെ പ്രശ്നം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പരസ്യമായി ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ അതൊരു നിലപാടിൻ്റെ ഭാഗമാണ്. പരസ്യമായി ആളെ തല്ലിക്കൊല്ലുമ്പോൾ പരസ്യമായി പ്രതിഷേധിച്ചു എന്നുള്ളതാണ്. ആ വീഡിയോ ആണ് ഇടതുപക്ഷത്തിൻ്റെ കൗൺസിലർ എന്ത് ചെയ്തത്, സ്റ്റാറ്റസ് ആയിട്ടത്. അപ്പോൾ സ്വാഭാവികം ഇവർ രണ്ടാളും ഒന്നിച്ചാണ്. പിന്നെ ഒരു ഭാഗത്ത് ഈ പറയുന്ന വിമത സ്ഥാനാർത്ഥി വളരെ ശക്തമായി എനിക്കെതിരെ പ്രചരണം, SDP അവരും അവരുടേതായ രൂപത്തിൽ വലിയ രൂപത്തിലുള്ള പ്രചരണം. അങ്ങനെ എല്ലാവരും നേരിട്ട് കൊണ്ടാണ് ഞാൻ അവിടെ മത്സരിച്ചതും. ആ മത്സരത്തിൻ്റെ ആത്യന്തികമായി അവസാനം വലിയ പ്രശ്നങ്ങൾ ഉൾപ്പെടെ അവിടെ ഉണ്ടായിട്ടുണ്ട്. അവസാനം എല്ലാവരും ഒറ്റക്കെട്ടായി എനിക്കെതിരായിട്ടുള്ള ഒരു വലിയ ഒരു ക്യാമ്പയിൻ സ്വാഭാവികമായിട്ടും എല്ലാ ഭാഗത്തു നിന്നുണ്ടായി. അതിനെയൊക്കെ അതിജീവിക്കാൻ എൻ്റെ രാഷ്ട്രീയ കരുത്ത്, എൻ്റെ രാഷ്ട്രീയ പോരാട്ടം, സ്വാഭാവികമായിട്ടും നേതൃത്വം, എനിക്ക് ഏറ്റവും എൻ്റെ കടപ്പാടുകളുടെ K. സുധാകരൻ. അദ്ദേഹം ഈ ഘട്ടത്തിൽ പിന്നെ ഈ സ്ഥാനാർത്ഥിയായതിനു ശേഷം ഇങ്ങനെ ഒരു വിഷയം ഉണ്ടായപ്പോൾ ഈ പിന്മാറ്റത്തിന് വേണ്ടി വേറെ ഒരു സ്ഥാനാർത്ഥിക്കും ചെയ്യാത്ത രൂപത്തിൽ എനിക്ക് വേണ്ടി അദ്ദേഹം അത്രയും കഷ്ടപ്പെട്ടിരുന്നു. അവസാനം അദ്ദേഹത്തെ സർവ്വതും നോക്കിയിട്ട് വിവാദം മാറാപ്പനോട് പറഞ്ഞു, ധൈര്യമായി പോരാട്, നീ വിജയിച്ചു വരും. ആ ഒരു ഉറപ്പ് കിട്ടിയപ്പോഴാണ് എനിക്കൊരു കരുത്തുണ്ടായി. പിന്നെ മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാരായ പാണക്കാട് മുനവറിൽ തങ്ങൾ, എനിക്കൊന്ന് ജില്ലയിൽ എനിക്ക് മാത്രമാണ് അദ്ദേഹം വീട് കയറി പ്രചരണം നടത്തിയത്, വേറെ അദ്ദേഹം നടത്തിയില്ല. കുഞ്ഞാലിക്കുട്ടി സാഹിബ് വന്നു. അതോടൊപ്പം തന്നെ ഷാഫി പറമ്പിൽ 3 കുടുംബയോഗത്തിലാണ്. ഷാഫി പറമ്പിൽ ഏറ്റവും ക്രൗഡ് പുള്ളറായ കേരളത്തിലെ കോൺഗ്രസിൻ്റെ നേതാവാണ്. 3 കുടുംബയോഗത്തിലാണ് അദ്ദേഹം ഒരു ഡിവിഷനിൽ പങ്കെടുത്തത്. ഹൈദരലി തങ്ങളുടെ അനുഗ്രഹം. അങ്ങനെ എല്ലാ നേതാക്കന്മാരും വളരെ ശക്തമായി വരികയും ഒരു വലിയ രാഷ്ട്രീയ പോരാട്ടം അവിടെ നടത്തുകയും ചെയ്തു. അങ്ങനെയാണ് ഈ 720 വോട്ടിന് ജയിച്ചത്. ഇത് എൻ്റെ വിജയം RSSനും സംഘപരിവാറിനും വരുത്തുന്ന അവർക്കെതിരെയുള്ള എൻ്റെ രാഷ്ട്രീയ നിലപാടിന് ജനങ്ങൾ കൊടുത്ത മറുപടിയാണ്. സ്വാഭാവികമായിട്ടും എനിക്കെതിരായിട്ട് വലിയ ക്യാമ്പയിൻ ഉണ്ടായി. എൻ്റെ പാർട്ടിക്കകത്ത് പോലും അത്തരത്തിലുള്ള ക്യാമ്പയിൻ, റിജിലിനെ നിർത്തിയ സ്ഥാനാർത്ഥി ചർച്ച വരുമ്പോൾ റിജിലിനെ നിർത്തിയാൽ വോട്ട് പോവോ, എങ്ങനെയാവോ, BJP ജയിക്കോ എന്നൊക്കെയുള്ള പ്രചരണങ്ങൾ, BJPക്ക് വോട്ട് പിടിക്കാൻ പറ്റുമോ, അങ്ങനെയൊക്കെ നമ്മുടെ കുറച്ച് ആളുകൾ സ്വാഭാവികമായിട്ടും ഉണ്ടാവുമല്ലോ. അത്തരത്തിൽ വലിയ പ്രചരണം നടത്തുന്ന ആളുകളൊക്കെ ഉണ്ടായിരുന്നു. അവർക്ക് ഉൾപ്പെടെയുള്ള മറുപടിയാണ്. അത്തരത്തിൽ അതിനകത്ത് പ്രധാനപ്പെട്ട പ്രശ്നം BJPക്ക് അവരുടെ രാഷ്ട്രീയം അവിടെ ഒന്നും ഏശിയില്ല. 199 വോട്ടാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJP നേടിയത്. കണ്ണൂർ കോർപ്പറേഷനകത്ത് ഞാൻ ഏറ്റവും ഭയപ്പെടുന്നത് BJPയുടെ വളർച്ചയാണ്. പല സ്ഥലത്തും BJP അത് ഏറ്റവും കൂടുതൽ എതിർക്കേണ്ടതും BJP എങ്ങനെ ജയിച്ചു എന്ന് വളരെ ആത്മപരിശോധന പാർട്ടി നടത്തേണ്ട ഒരു ഘട്ടമാണ്. കാരണം BJPയുടെ വളർച്ച ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. ആ കണ്ണൂർ കോർപ്പറേഷനകത്ത് ഈ പറയുന്ന എല്ലാ പ്രചരണങ്ങളും, ഈ പറയുന്ന എല്ലാ ആളുകളും പശുവട്ടിയെന്നും പിന്നെ ഓരോ വീടുകളിൽ പോയും പറഞ്ഞത് ഇവൻ പശുവട്ടിയാണ്, ഇവൻ ഹിന്ദു വിരുദ്ധനാണ്, ഇവൻ കൃഷ്ണൻ്റെ ക്ഷേത്രത്തിൻ്റെ പരിസരം മത്സരിക്കും, ജയിക്കാൻ പാടില്ല എന്ന് അവർ വലിയ ക്യാമ്പയിൻ നടത്തിന്. അവിടെ അവർക്ക് 199 വോട്ടിൽ നിന്ന് അവർക്ക് 143 വോട്ടായി ചുരുങ്ങി. യഥാർത്ഥ BJPക്കാർ പോലും ആ വാദം അവർ പറഞ്ഞ പ്രചരണം അംഗീകരിച്ചില്ല എന്നുള്ളതാണ്. അപ്പോൾ BJPക്ക് ഈ അസംബ്ലി മണ്ഡലത്തിൽ വോട്ട് കുറഞ്ഞ ഡിവിഷൻ എൻ്റെ ഡിവിഷനാണ്. അപ്പോൾ എൻ്റെ രാഷ്ട്രീയ പോരാട്ടം ശരിയാണെന്ന് എനിക്ക് ബോധ്യപ്പെടുത്താൻ ഇതിനപ്പുറം വേറെ തെളിവെന്ത് വേണം? അപ്പോൾ അത്തരത്തിലൊരു രാഷ്ട്രീയ വിജയമാണ് എനിക്ക് ആദ്യകടലായിലെ മതനിരപേക്ഷ ജനത എന്നെ വളരെ സ്നേഹിച്ച് എന്നെ നെഞ്ചോട് ചേർത്ത് വെച്ച് ഇത്രയും സ്നേഹവും ഇത്രയും സൗഹൃദവും ഇത്രയും വളരെ 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 സ്നേഹമുള്ള ഒരു ജനതയാണ് അവിടെ. ആ സ്നേഹം ഇപ്പോഴും ഞാൻ അനുഭവിക്കുകയാണ്. അപ്പോൾ അവർ എന്നെ നെഞ്ചേറ്റിട്ടുണ്ട്. തീർച്ചയായും ഏത് പോരാട്ടം ഇനി ഏറ്റെടുക്കാനും എനിക്കൊരു മടിയില്ല. കാരണം ജനങ്ങൾ എന്നെ എൻ്റെ നിലപാടിന് അവർ അംഗീകരിച്ചു എന്നുള്ളതാണ് ഈ വിജയം. 10, 20, 30 അല്ല, 720 വോട്ട് 20 കൊല്ലമായി ജയിക്കുന്ന സീറ്റ് ഈ പ്രചരണങ്ങളെല്ലാം അത് ജയിച്ചു എന്നുള്ളത് എനിക്ക്
ആ ജനങ്ങൾ തന്ന ആ വിജയം തീർച്ചയായും ആ നിലപാടിൻ്റെ വിജയമായി ഞാൻ കാണുകയാണ്. ഇങ്ങനെ ഇത്രയധികം സംഘപരിവാറിനെ നേരിട്ട് എതിർക്കുന്ന, ഒരുപക്ഷെ കേരളത്തിൽ റിജിൽ മാക്കുറ്റിയെ പോലെ ഇങ്ങനെ ഒറ്റയടിക്ക് ഇങ്ങനെ സംഘപരിവാറിനെതിരെ പറയാൻ ധൈര്യമുള്ള ആളുകൾ അപൂർവമാണ്. ഇങ്ങനെ പറഞ്ഞിട്ട് കൂടി ആദികടലായിൽ മത്സരിക്കുന്നു, അവിടെ വിജയിക്കുന്നു. ഈ ആദികടലായിൽ റിജിൽ മാക്കുറ്റിയെ സ്ഥാനാർത്ഥിയാക്കിയത് പരാജയപ്പെടുത്തി മൂലക്കിരുത്താൻ വേണ്ടിയായിരുന്നു എന്ന പ്രചരണം കൂടി ഉണ്ടായിരുന്നു. രാഷ്ട്രീയമല്ലേ, കോൺഗ്രസ് രാഷ്ട്രീയമല്ലേ, സ്വാഭാവികമായിട്ടും അത്തരം ചിന്തിക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവാമായിരുന്നു. പക്ഷേ ആദികടലായിയാണ് ഇപ്പോൾ സീറ്റ് തുടക്കത്തിൽ സ്വാഭാവികമായും ഞാൻ ഉദ്ദേശിച്ച ഒരു സീറ്റ് അതായിരുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനകത്ത് ഞാൻ പിന്നെ ഓപ്പണായി പറയുന്നില്ല, അതൊക്കെ പാർട്ടിക്കകത്ത് ആഭ്യന്തരമായിട്ടുള്ള വിഷയമാണ്. തീർച്ചയായും അതൊരു ചിലപ്പോൾ എൻ്റെ ഒരു പരാജയത്തോടു കൂടി പിന്നെ ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം അവസാനിപ്പിക്കാമെന്ന് ആരെങ്കിലും ആഗ്രഹിച്ചെങ്കിൽ അവർ കൂടിയുള്ളൊരു മറുപടിയാണ് ഈ തെരഞ്ഞെടുപ്പ് വിജയം. എൻ്റെ ഒരു രാഷ്ട്രീയ രംഗത്തെ രണ്ടാം ജന്മമാണ്. കാരണം ഒരു പൊതുരംഗത്ത് നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കും. നമ്മുടെ നിലപാടിന് കിട്ടുന്ന എന്തൊക്കെ നേതാവായാലും ഒരു പഞ്ചായത്ത് മെമ്പറാവുക, ഒരു കൗൺസിലറാവുക എന്ന് പറയുമ്പോൾ ജനങ്ങളുമായി ഏറെ ഇടപഴകി പ്രവർത്തിക്കാൻ പറ്റുന്നൊരു പൊതുപ്രവർത്തന അംഗീകാരമാണ്. MLA MP ഒന്നുമല്ല, ഒരു പഞ്ചായത്ത് മെമ്പർ, കൗൺസിലർ എന്ന് പറയുമ്പോൾ അത് ഒരു പൊതുപ്രവർത്തകൻ്റെ ജീവിതത്തിലെ രാഷ്ട്രീയ അടയാളപ്പെടുത്തലിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. അവിടെ പരാജയപ്പെട്ടു പോയാൽ പിന്നെ തിരഞ്ഞെടുപ്പുണ്ടാകും. പക്ഷേ ആ ഒരു എന്നെപ്പോലെ ഒരാൾ ഇത്രയും പിന്നെ ഒരാൾ പരാജയപ്പെട്ടു, അത് ആഘോഷിക്കും. പ്രത്യേകിച്ച് കേരളത്തിലെ മുഴുവൻ മാധ്യമങ്ങളും റിജിൽ മാക്കുറ്റി പരാജയപ്പെട്ടു എന്ന് എഴുതി വെച്ചവരാണ്. എന്നെ അറിയുന്നവർ ആരും, ഞാനിപ്പോൾ മീഡിയ ഡിസ്കഷനൊക്കെ പോകുന്ന എല്ലാവരുമായിട്ട് വളരെയേറെ സൗഹൃദമുള്ള ആളാണ്. എന്നോട് വിളിച്ചു ചോദിച്ചു, എന്തിനാണ് നിങ്ങളവിടെ മത്സരിക്കുന്നത്, എന്താവശ്യമാണ്, ഒരു പരാജയം നിങ്ങൾക്ക് താങ്ങാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ച് ഞാൻ പരാജയപ്പെടുമെന്ന് തന്നെയാണ് പ്രത്യേകിച്ച് നിങ്ങൾ ഉൾപ്പെടെ ഇവിടുത്തെ പ്രധാനപ്പെട്ട എല്ലാ മാധ്യമങ്ങളും വിചാരിച്ചു. കാരണം അവിടെ നമ്മൾ ജയിക്കാത്തൊരു മണ്ഡലം, അവിടെ ലീഗിൻ്റെ അകത്തുനിന്ന് മാറി ഒരാൾ സ്ഥാനാർത്ഥിയാവുന്നു, അങ്ങനെ എല്ലാ ആളുകളും ഒന്നിച്ച് നിൽക്കുന്ന സ്ഥലത്ത് എങ്ങനെ ജയിക്കാൻ പറ്റുമെന്ന് സ്വാഭാവികമായി ചിന്തിച്ചാൽ തെറ്റൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ അത് ജയിച്ചു എന്നുള്ളത് ആ ജനങ്ങൾ നൽകിയ വിജയമാണ് എന്നായി കാണുകയാണ്. അതിൽ ഈ നിലപാട് അതിൽ നിർണായകമായിട്ടുണ്ടോ? സംഘപരിവാറിനെതിരായ ഒരു പോരാട്ടത്തിന്റെ ഒരു കുന്തമുന എന്നത് ജനങ്ങൾ ഏറ്റെടുത്തു എന്ന് തന്നെയാണോ പറയാനുള്ളത്? തീർച്ചയായും എന്നെ വേട്ടയാടുന്നവർ കാണുന്നുണ്ടല്ലോ. എനിക്കെതിരായി ഒരേ രൂപത്തിൽ ഇടതുപക്ഷവും BJPയും പറയുന്ന ആളുകളൊക്കെ ഒരേപോലെ ആണല്ലോ എനിക്കെതിരെ പ്രചരണം നടത്തുന്നത്. സ്വാഭാവികമായിട്ടും അവർ ചിന്തിക്കുമല്ലോ, എന്താണ് ഇവർ പറയുന്നത്, ഞാൻ എന്ത് തെറ്റു, ഞാൻ ചെയ്ത് തെറ്റാണോ? ഇപ്പോൾ കൃഷ്ണൻ എന്ന് പറയുന്ന ആദികടലായി പറഞ്ഞാണ് റിജിൽ മാക്കുറ്റി ആദികടലായി മത്സരിക്കണമെന്ന് പാർട്ടി നേതൃത്വം ആവശ്യപ്പെട്ടത്. ഇല്ല, പാർട്ടി എന്നോട് പറഞ്ഞു ഇങ്ങനെ ഒരു സീറ്റ് തിരിച്ചു പിടിക്കാൻ പറ്റൂ എന്നുള്ളതാണ് അവിടെ ആൾ പറയുന്നത്. മത്സരിക്കുക, അപ്പോൾ പിന്നെ എല്ലാവരും സേഫ് സോണിൽ മത്സരിക്കുന്നവരാണ്. എന്നോട് സേഫ് സോൺ അല്ലാത്തൊരു സ്ഥലത്ത് മത്സരിച്ചിട്ട് ജയിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് എന്നോട് ചോദിച്ചത്. സ്വാഭാവികമായിട്ട് അവിടുത്തെ പ്രാദേശികമായി അവരോട് പറഞ്ഞു മത്സരിക്കുക, അവർക്കൊരു സ്ഥാനാർത്ഥിയെ വേണം. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതിലാണെങ്കിൽ ചിലപ്പോൾ ജയിക്കും എന്നുള്ളത് അവർ കരുതി. അവർ ഈ രൂപത്തിൽ ജയിക്കുമെന്ന് അവരും കരുതിയില്ല, പക്ഷേ ജയിക്കുമായിരിക്കും എന്ന് കരുതിയിട്ടാണ് എൻ്റെ പേര് പറഞ്ഞത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് ഉണ്ടായ ഒരു കാര്യം. ഇപ്പോൾ ഞാൻ എടുത്ത നിലപാടാണ്. അപ്പോൾ നിലപാടിപ്പോൾ ഈ കൃഷ്ണൻ തന്നെ പറയുന്നുണ്ട്, എന്താ വെച്ചാൽ ഈ പിന്നെ ധർമ്മം പിന്നെ ക്ഷിതി സംഭവിക്കുമ്പോൾ അധർമ്മം വരുമ്പോൾ ധർമ്മത്തിന് ക്ഷിതി സംഭവിക്കുമ്പോൾ പിന്നെ ധർമ്മം പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി ആണ്, അങ്ങനെയാണല്ലോ പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ പറയുന്ന കൃഷ്ണൻ്റെ സ്ഥലത്താണ്. അപ്പോൾ ഞാൻ ധർമ്മത്തിന് വേണ്ടിയാണ്. അധർമ്മികളായ സംഘപരിവാർ ഹത്യ നടത്തുമ്പോൾ ഈ നാട്ടിലെ ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കുന്ന മനുഷ്യന്മാരെ അവരെ മതം നോക്കി അവരെ മുഹമ്മദ് അഖ്ലാഖ്, ജുനൈദ് ഖാൻ, അങ്ങനെ എത്രയോ ആളുകളുടെ നമ്മുടെ മുമ്പിൽ എത്രയോ ആളുകൾ, അറിയപ്പെടാത്ത ആളുകളെ കൊല്ലുന്നല്ലേ. അപ്പോൾ അത് അധർമ്മം നടത്തുന്നത് ആരാ? സംഘപരിവാർ അസുരന്മാരാണ്. ആ അസുരന്മാരെ നിഗ്രഹിക്കുക. അന്നത്തെ കൗരവന്മാരാണെങ്കിൽ ഇന്ന് സംഘപരിവാരാണ് അസുരന്മാർ. ആ അസുരന്മാരെ നിഗ്രഹിക്കാനാണ് കൃഷ്ണൻ തന്നെ ജന്മമെടുത്തതും. അതിൻ്റെ കഥകളൊക്കെ അങ്ങനെയാണല്ലോ. അപ്പോൾ സ്വാഭാവികമായും ആദികടലായി ശ്രീകൃഷ്ണൻ എന്ന് പറയുന്നത് ധർമ്മം ചെയ്ത് എൻ്റെ കൂടെ നിന്നു എന്നുള്ളതാണ്. അപ്പോൾ സംഘപരിവാറാണ് യഥാർത്ഥ അസുരന്മാരെന്നും ധർമ്മത്തിന് വേണ്ടി നിന്നത്, സത്യത്തിന് വേണ്ടി നിന്നത്, നീതിക്ക് വേണ്ടി നിന്നത്, അതോടൊപ്പം സ്നേഹത്തിന് വേണ്ടി നിന്നത് ഞാനാണെന്ന് കൃഷ്ണന് തന്നെ ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ഈ വിജയം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അർജുനൊന്നുമല്ല, നമ്മൾ എടുത്ത നിലപാട്, ഞാൻ അർജുനനും അങ്ങനെ പറയുന്നില്ല, എടുത്ത നിലപാട് സത്യത്തിന് വേണ്ടി നിന്നു, ഹത്യക്കെതിരെ നിന്നു, ഈ ആളുകളെ മനുഷ്യനെ കൊല്ലുന്നവർക്കെതിരെ നിന്നു എന്നുള്ളതാണ്. ഇപ്പം ഞാൻ അതും നമുക്കറിയാലോ, ദ്രോണർക്ക് പിന്നെ ഗുരുനാഥനെ പോലും കൊല്ലേണ്ടി വരുന്ന ഒരവസ്ഥ ഭഗവത്ഗീത പറയുന്നുണ്ടല്ലോ. മടിച്ചു നിന്ന് അർജുനനോട് ഗീതോപദേശം കൊടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ സ്വാഭാവികമായും അധർമ്മം
അവസാനിപ്പിക്കാൻ, ധർമ്മം ജയിക്കേണ്ടിയിട്ട് അത്തരം യുദ്ധങ്ങൾ ചെയ്യേണ്ടി വരും. അപ്പോൾ സ്വാഭാവികം ഞാൻ ചെയ്തത് ഇന്നത്തെ കാലത്ത് അത്തരത്തിലുള്ള അധർമ്മികൾക്കെതിരെ ഒരു പോരാട്ടം നടത്തിയതാണ്. ആ പോരാട്ടം ആ ശ്രീകൃഷ്ണൻ്റെ ആ ചൈതന്യം കൂടി കൊള്ളുന്ന ആ ക്ഷേത്രത്തിൻ്റെ ഡിവിഷൻ തന്നെ നിർണായകമായി. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ കൃഷ്ണൻ എൻ്റെ കൂടെയാണ്. ഞാൻ പറഞ്ഞു, ഞാൻ ജയിച്ചപ്പോൾ ആദ്യഘട്ടലായിൽ കൃഷ്ണൻ എൻ്റെ കൂടെയാണ്, സംഘപരിവാറിൻ്റെ RSSൻ്റെ കൂടെയല്ല. യഥാർത്ഥ വിശ്വാസിയായ കൃഷ്ണൻ്റെ വിശ്വാസിയെ എൻ്റെ കൂടെയാണ് കൃഷ്ണൻ എന്നുള്ളതാണ് ഈ വലിയ മിറാക്കിളായ വിജയം.